ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഔഷധ ചെടികളുടെ ഇവിടെ ചുറ്റുപാടുള്ളതാണ് കേട്ടോ. ഔഷധ ചെടികളുടെ പൂക്കളായിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയത്തെ പൂക്കളുള്ള ഔഷധ ചെടി അറിയാലോ, ശംഖുപുഷ്പം. നമ്മൾ പണ്ടത്തെ സിനിമയിലൊരു ഫേമസ് പാട്ടുണ്ട്, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരുന്നു. ആ ഒരു പാട്ടിൻ്റെ ശംഖുപുഷ്പമാണിത്. ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ആർക്കും ഈ സംഭവം എന്താണെന്നറിയില്ല. പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴൊക്കെ ട്രെൻഡിങ് ആയിട്ട് കല്യാണങ്ങൾ മുജിറ്റോ എന്ന് പറഞ്ഞിട്ട് നല്ല ഈ കളറിലൊരു സാധനം കണ്ടിട്ടുണ്ടാവും. ഇത് തിളപ്പിച്ചിട്ട് അതിൽ 7up പോലുള്ള ഇത് മിക്സ് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമില്ല. ഈ സംഭവം നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലിട്ട് തിളപ്പിക്കുകയോ അങ്ങനെ ചെയ്താലും മതി. തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ചൂടാറിയിട്ട് കുടിക്കാൻ ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ നല്ലതാണ് അത്. പിന്നെ ആയുർവേദത്തിൽ പല മരുന്നുകൾ ചേർത്തണത് അത് വേറെ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ സാധനത്തെക്കുറിച്ച് അറിയോ? നന്ദ്യാർവട്ടം എന്ന് പറയും. ഇതിൻ്റെ ഈ വെള്ളപ്പൂ ഉണ്ടല്ലോ, ആ വെള്ളപ്പൂവിൻ്റെ നടുവിലൊരു അരി പോലെ ഉണ്ടാവും. ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഇത് തേനിൽ ചാലിച്ചിട്ട് നമ്മളെ കണ്ണിൽ ഇതാക്കി കഴിഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. അത് ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കണ്ണിൻ്റെ ഈ മങ്ങൽ, ചൊറിച്ചിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് നന്നായിട്ട് കണ്ണ് ക്ലിയർ ചെയ്യാം. പിന്നെ ഏജ്ഡ് ആയവർക്കും അത് നല്ലതാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്താൽ മതി. കണ്ണിൻ്റെതായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല. മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു കാര്യം കേട്ടോ, അത് മാത്രം. പക്ഷേ ഇത് ഈ സാധനത്തിന് നമ്പ്യാർവട്ടം എന്നോ അങ്ങനെ പല പേരിൽ വരുന്നുണ്ട്. അതിൻ്റെ ഫ്ലവർ ഇങ്ങനെയാണ് ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതറിയാലോ, ഇതിനോ ഉണ്ട് പാട്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ, ആ മന്ദാരമാണത്. എന്ത് ഭംഗിയല്ലേ, വൈറ്റിനകത്ത് ക്യൂട്ടായിട്ട്. ഇതിനൊരു കായ ഉണ്ടാവും. ഈ കായയുടെ ഉള്ളിൽ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഈ കായയുടെ ഉള്ളിൽ വേറെ കുഞ്ഞു കായ ഇങ്ങനെ തിന്നാൻ പറ്റും, ഭക്ഷ്യയോഗ്യമാണത്. അപ്പോൾ ഇതുപോലെ കൊലകൊലായിട്ട് കുറേ കായ്ക്കും കേട്ടോ. നല്ല രാവിലെ തന്നെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു, നമുക്ക് ഒരു വൈറ്റുമാണ്, നല്ലൊരു കാണാൻ ഇഷ്ടമുള്ളൊരു കളറുമാണ് അല്ലേ. മനസ്സിനൊക്കെ ഒരു കുളിർമായിരുന്നത്. ഇനി അടുത്തൊരാളാണ് കേട്ടോ. ഇതറിയോ? എരുക്ക് എന്ന് പറയും. നീര് വേദന പോലുള്ള സംഭവങ്ങൾക്ക് ഇതിൻ്റെ ഇല ചൂടാക്കിയിട്ട് അതിൽ ഒലിവ് ഓയിലോ കടുകെണ്ണയോ പരട്ടിയിട്ട് നീര് വേദനയുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് മാറും. നമുക്ക് പെയിൻ കില്ലറൊക്കെ കഴിക്കണേക്കാൾ എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആയുർവേദത്തിൽ ഇതിന് ഭയങ്കര സ്ഥാനമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാനമുണ്ട്. ഇതിൻ്റെ ഫ്ലവറാണ് കാണാം, മുട്ട് ഫ്ലവർ കൊലകൊലായിട്ട് കാണിക്കും. മിക്ക ആളുകളും ഇത് ചെടിയായിട്ടാണ് വീട്ടിൽ വയ്ക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്ലവർ കുറേ ദിവസം നിലനിൽക്കും. നല്ല ഭംഗിയാണ്, വാടിയൊന്നും പോകില്ല പെട്ടെന്ന്. നല്ല ഭംഗിയാണ്, കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇപ്പോൾ ഒരുവിധം മിക്ക വീടുകളിലും ഇത് ചെടിയായിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. ഇതിൻ്റെ ആയുർവേദ ഗുണം കൊണ്ടും അതിന് വേണ്ടിയിട്ടല്ല. ഈ ഒരു സാധനം പൂത്ത് നിൽക്കണ കാണുമ്പോൾ എന്ത് രസമല്ലേ. ഉള്ള കാടും പടലും എല്ലാത്തിലും ഉണ്ടാവും. ഇതിന് കമ്മ്യൂണിസ്റ്റ് വെച്ചാന്നൊക്കെ പറയും. മുറിച്ചിട്ടാൽ കൂടുമെന്ന് പറയും. ആ സാധനമാണ്. മുറിവിന് ഇതിൻ്റെ ഇല നന്നായിട്ട് ഇങ്ങനെ ചാലിച്ചിട്ട് ആ നീര് പിഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് മുറിവണങ്ങും. പിന്നെ കൊതുകിനെ തുരത്താൻ പറ്റിയൊരിതാണ്. ഇതിൻ്റെ ഇല തണ്ടോട് കൂടി ഇങ്ങനെ ഒരു 5-6 തണ്ടെടുത്തിട്ട് അത് കെട്ടാക്കിയിട്ട് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, വെൻറ്റിലേറ്ററിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇതും ഒരു ആയുർവേദ സസ്യമാണ്. പക്ഷേ ക്യൂട്ടാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. ഇതിനൊപ്പം കണ്ടപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഈ ലോകത്ത് എല്ലാ പുഷ്പത്തിനും അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും ഓരോ ആയുർവേദതകളുണ്ട്. പറമ്പിൽ താനെ മുളച്ച് വരുന്ന എല്ലാത്തിൻ്റെ വിവരമൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ചെമ്പരത്തി ഇതിൻ്റെ മുട്ടും മേലെയും താളിയും എല്ലാം ഉപകാരത്തിലുള്ളതാണ്. എല്ലാ സാധനങ്ങളും മെയിനായിട്ട് രക്തം വയ്ക്കാൻ, അനീമിയ പോലുള്ളവർക്ക് രക്തം വയ്ക്കാനും ഏറ്റവും നല്ല സാധനം ഇതിൻ്റെ ഇതളുകൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഇനി ഡയറക്റ്റ് അങ്ങനെ കുടിക്കാൻ പറ്റില്ലെങ്കിൽ അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരിത്തിരി തേനൊക്കെ കലക്കി നല്ല തണുത്ത വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ, ചൂട് കാലത്തൊക്കെ നല്ലൊരു ഡ്രിങ്കാണ് അത്. ഹെൽത്തിയുമാണ്,
ഉപകാരപ്പെടുന്ന നല്ല റെഡ് കളറിലും കാണാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ, അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചെമ്പരത്തിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഇല മുടി കൊഴിച്ചിലുള്ളവർക്ക് ഇല പിഴിഞ്ഞ് ചതച്ച് പിഴിഞ്ഞ് ആ വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നന്നായി മാറും. പോരാത്തതിന് തലക്കും നല്ല തണവാണ് ഇതാവും. ഇനി അടുത്ത ഒരാളെ സംഭവം ഞാൻ കാണിച്ചു തരാം. എന്ത് രസമായിട്ടാണെന്നത് പൂവിട്ടു നമ്മൾ കൊണ്ടുവച്ചിട്ട് അത് പൂവിട്ട് നിൽക്കുകയാണ്. അരളിയുടെ ഇലയോട് സാമ്യമുള്ള ഈ സാധനം പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്തോ. എന്നാലും ഞാൻ പറയാം, എന്താ ഇതെന്ന് വെച്ചാൽ പൂച്ചപ്പഴം എന്ന് പറയും. ഇതൊരു നല്ലൊരു ഫ്രൂട്ടാണ്, ചെറുതാണെങ്കിലും നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്. അരളിയുടെ ഇലയുടെ അത്ര നീളമല്ലെങ്കിലും അതിനോട് സാമ്യപ്പെട്ട് കൊലകുത്തി കഴിക്കും. കുറേ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ സാധനം നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലവറാണ് എന്ത് ഭംഗിയാണെന്നറിയാം, വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ ബൊക്കേ പോലെ വിരിഞ്ഞ് നിൽക്കും. ഇത് ഔഷധ ഗുണമുണ്ട്, കഴിക്കാനും പറ്റും, ചെടിയായിട്ട് വീട്ടിൽ ഉപയോഗിക്കാനും അടിപൊളിയാണ്. എന്ത് രസമല്ലേ, ഒരു കമ്മലിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.